കാലവർഷക്കെടുതി സമയത്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കാനായില്ല. വീടുകളിൽ വെള്ളം കയറിയവർക്കുള്ള ധനസഹായം, നഷ്ടം കണക്കെടുക്കുവാനുള്ള നടപടികൾ എന്നിവ എങ്ങും എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് വഞ്ചിതരായിരിക്കുകയാണ് ദുരിതബാധിതർ. ഇനി വെള്ളം ഒഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നവർക്ക് വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായമായിട്ട് അത് നൽകും. ഇതായിരുന്നു കാലവർഷക്കെടുതിയിൽ ദുരിതം അനുഭവിച്ചവർക്കുള്ള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാക്ക്. മുഖ്യമന്ത്രിയുടെ ആശ്വാസ പ്രഖ്യാപനങ്ങൾ കണ്ടപ്പോൾ ഒരുപക്ഷെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കാണും, എന്തൊരു കരുതലാണ് നമ്മുടെ സർക്കാരിന്. മഴക്കാല ക്യാമ്പുകൾ പിരിച്ചുവിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ല. സഹായത്തിന് കാത്തുനിന്ന ദുരിതബാധിതർ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. കോഴിക്കോട് കണ്ണാടിക്കലിലെ പ്രദേശവാസികൾ അവരുടെ ആശങ്കകൾ കൈരളി ന്യൂസിനോട് പങ്കുവച്ചു. എൻ്റെ മുഴുവൻ പോട് വരെയൊക്കെ വെള്ളം കയറുന്നതാണ് എല്ലാവരും. പൈസയൊന്നും കിട്ടിയില്ല. സർക്കാരിനെ സഹായിച്ച് കുറച്ച് പൈസ ശരിയാക്കി തരികയാണെങ്കിൽ എൻ്റെ വീടൊന്ന് ശരിയാക്കി. കഴിഞ്ഞ സർക്കാർ ഇതായ മാതിരി ഈ സർക്കാർ ഇതിൽ ഇടപെടണം, അല്ലെങ്കിൽ വോട്ടിൻ്റെ സമയത്ത് മാത്രം വന്നാൽ പോരാ എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് ഉള്ളത്. ഇപ്രാവശ്യമൊന്നുമല്ല, പ്രളയ സമയത്തും ഒരു വന്നിട്ടില്ല. ഉള്ള ഡിവൈഎഫിൻ്റെ ഗുണ്ടന്മാരാണ് ഭാഗം മുഴുവൻ ക്ലീനാക്കലും എല്ലാം നടത്തിയത്. നമുക്ക് ഫോം കൊണ്ട് തരലും ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇനി സിവിലിൽ പോയിന് വേറെ കാര്യത്തിന്, അന്നേരം പറഞ്ഞ് ആരാ പറഞ്ഞത് ഇവിടെ ഒന്നും അത് ശരിയായിട്ടില്ല, ശരിയാവുമ്പം പറയാന്ന്. സർക്കാരിനോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കം ആയിട്ടും എല്ലാം നഷ്ടം വന്നു പോവുക കൊല്ലത്തിലുള്ളത്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കിട്ടണം. കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയ വ്യാപാരികൾക്കും ധനസഹായം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തുടർ നടപടികൾ ഇല്ല. കൂടാതെ വീടുകൾ ഭാഗികമായും പൂർണ്ണമായും നഷ്ടമായവർക്കും സഹായധനം നൽകേണ്ടതുണ്ട്. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി എങ്ങനെയെന്ന നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റിക്കും ലഭിച്ചിട്ടില്ല. സൗജന്യ ഓണക്കിറ്റ് മുടങ്ങിയതിന് പിന്നാലെ കാലവർഷക്കെടുതിയിൽ പ്രഖ്യാപിച്ച സഹായധനവും സംസ്ഥാന സർക്കാരിന് കൊടുത്തു തീർക്കാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം തീർത്തു പറയാം, മലയാളിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുരിതപൂർണമായ ഓണക്കാലമാണ് ഇത്തവണത്തേത്. ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.